മദ്ഹബ് 4 എന്നല്ല ഉണ്ടായിട്ട്, വേറെ ഉണ്ടായിട്ടുണ്ട്. 10ഓളം മദ്ഹബുകൾ ഉണ്ടായിട്ടുണ്ട്. ദാവൂദുല്ലാഹിരിയുടെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹിൽ ഇബാദ് എന്ന് പറയുന്ന ആളുടെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. സ്വീകരിക്കാൻ പാടില്ല, കാരണം അത് ഹക്കല്ല, ഹക്കിന്റെ പേരിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ പറഞ്ഞു. ഹക്ക് 4 ഉള്ളൂ. ഷാഫി മദ്ഹബ് തന്നെ ആവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. 4 ഏതായാലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയണത്. നമ്മളെ പള്ളിന്റെയും മദ്രസിന്റെ ഒക്കെ ഭരണഘടനയിൽ ഉണ്ടാവും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബിനെ സ്വീകരിക്കണം. നമ്മൾ ഷാഫികളാണെന്ന് എഴുതിയിട്ട് എല്ലാവരും ഷാഫികളാവണമെന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല, വാശിയൊന്നുമില്ല. നമ്മളേതാ വെച്ചാ അതന്നെ ഇക്കോളം എന്നുള്ള വാശിയല്ലത്. ഹക്ക് 4 ഉള്ളൂ, ശരി 4 ഉള്ളൂ, അതിനാൽ 4 ആവാൻ പറ്റുള്ളൂ എന്നാണ്. ലോകവ്യാപകമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഷാഫി മദ്ഹബ് ഒന്നല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഹനഫി മദ്ഹബാണെന്നാണ്. കേരളത്തിൽ ഷാഫി മദ്ഹബാണ്. അതുകൊണ്ട് ഷാഫി മദ്ഹബുകാരായ നമുക്ക് എല്ലാവർക്കും ഷാഫി മദ്ഹബുകാരാവണം എന്ന അഭിപ്രായമൊന്നുമില്ല. ഷാഫി ആയാലും കുഴപ്പമില്ല, ഹനഫി ആയാലും കുഴപ്പമില്ല, ഹംബലി ആയാലും കുഴപ്പമില്ല, മാലിക്കി ആയാലും കുഴപ്പമില്ല എന്നാ നമ്മളെ അഭിപ്രായം. അല്ലാത്തത് പറ്റൂല. എന്തുകൊണ്ട്? ദാവൂദുല്ലാഹിരിയുടെ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആ മദ്ഹബ് മുഴുവനായും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, അതിനാൽ പറ്റൂല. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല, കാരണം അത് നിയമത്തോടും ന്യായത്തോടും ഹക്കിനോടും യോജിക്കുന്നതല്ല. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ് ഇന്ന് നിലവിലുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്, ഒമാനിലുണ്ട്. ഇബാദിയാക്കൾ എന്ന് വരാൻ ആൾക്കാർ ഒമാനിലുണ്ട്. ഒമാനിൽ പോയ ആൾക്കാർക്ക് അറിയാം. മഴ പെയ്താൽ നിസ്കാരം ജമ്മാക്കും, വെയിലറിച്ചാൽ നിസ്കാരം ജമ്മാക്കും, റോഡ് ചൂടായാൽ ജമ്മാക്കും, ക്ഷീണം കൂടുതലായാൽ ജമ്മാക്കും. അങ്ങനെയൊക്കെയാണ്. കാരണം ജമ്മാക്കാന് ചെറിയ കാരണം മതി എന്നൊക്കെയാണ് അബ്ദുല്ലാഹിൽ ഇബാദിന്റെ അഭിപ്രായം. അത് മാത്രമൊന്നല്ല കേട്ടോ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ന്യായത്തോടും യുക്തിയോടും ഇസ്ലാമികമായ പ്രമാണങ്ങളോടും യോജിക്കാത്തതിനാൽ അത് സ്വീകരിക്കാൻ പാടില്ലെന്നും സ്വീകരിക്കുന്നവൻ ബിദ്അത്തുകാരനായി തീരുമെന്നുമാണ് നമ്മുടെ അഖീദ. എന്തുകൊണ്ട്? സംഗതി ശരിയല്ല. അപ്പൊ ഷാഫി മദ്ഹബ് തന്നെ ആവണം എന്നുള്ള വാശിയല്ലത്, ഹക്കാവണം എന്ന വാശിയാണ്. ഷാഫി മദ്ഹബ് നമ്മളുള്ളവർ തന്നെ ആവണം എന്നാണെങ്കിൽ നമുക്ക് എല്ലാവരും ഷാഫി മദ്ഹബ് തന്നെ ആയിരിക്കണം എന്ന് വാശി പിടിച്ചൂടെ? അങ്ങനെയല്ലല്ലോ. ഹനഫി ആവണേന് നമുക്കൊരു കുഴപ്പമില്ലല്ലോ. നമ്മൾ സുബഹിക്ക് ഖുനൂത്ത് ഓതും. ഹനഫി മദ്ഹബ് സ്വീകരിച്ചാൽ സുബഹിക്ക് ഖുനൂത്ത് ഓതൂല. ഹനഫി മദ്ഹബ് സ്വീകരിച്ചിട്ടാണ് ഖുനൂത്ത് ഓതാത്തതെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുള്ളവർ തന്നെ ആവണം എന്ന വാശിയല്ലത്. സത്യത്തിന്റെ മേൽ മാത്രമേ ആകാവൂ, സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കാൻ പാടുള്ളൂ എന്ന അഭിപ്രായമാണ്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ മദ്ഹബ് സ്വീകരിക്കൂല. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ സ്വീകരിക്കും, മഹാനവർകളുടെ മദ്ഹബിനെ സ്വീകരിക്കൂല. എന്താ കുഴപ്പം? ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് മഹാനവറുകളാൽ ഉണ്ടായതല്ലെന്നും ആരോ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ മേൽ എഴുതി വെച്ചതാണെന്നും അഭിപ്രായമുള്ളതിനാൽ സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് നമ്മളെ അഭിപ്രായം. അതുകൊണ്ട് ബാത്തിലാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പിന്തുടരാൻ പാടില്ല എന്ന് പറയുന്നത്. 5 നൂറ്റാണ്ടിന് ശേഷം, 3 നൂറ്റാണ്ടിന് ശേഷം, ഹിജ്റ 4, 5 നൂറ്റാണ്ടുകളിലായിട്ടാണ് അഖീദയുടെ ഇമാമുമാര് വരുന്നത്. ഹിജ്റ 3-മൂന്നാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഫിഖഹിന്റെ അയിമ്മത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഫിഖഹിന്റെ കാലം എന്ന് പറഞ്ഞാല് ഈ ദീനിൽ ആദ്യമായി ഉറപ്പിച്ചത് ഫിഖഹാണ്. അപ്പൊ ശ്രദ്ധിച്ചോക്കാണ്, 1-ാം നൂറ്റാണ്ട് നബിയുടെയും സഹാബത്തിന്റെയും കാലഘട്ടം, 2-3 നൂറ്റാണ്ടുകൾ ഫിഖഹിന്റെ ഇമാമുമാരുടെ കാലഘട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനില് ഇളക്കല്ലാതെ ആദ്യം ഉറപ്പിച്ചത് ഫിഖഹാണ്. ആദ്യം ഉറക്കണം. എന്താ കാരണം? ഫിഖ് എല്ലാവർക്കും വേണ്ടതാണ്. ത്വരീഖത്ത് എല്ലാവർക്കും ഉണ്ടായിട്ട് ചെയ്യലും കുഴപ്പമൊന്നുമില്ല. ഫിഖ് ഇല്ലാതെ ആർക്കും കഴിയൂലല്ലോ. ഏത് കണ്ണൂട്ടുകാരനും വേണം ഫിഖ്, ഏത് തെങ്ങുമക്കാരൻ ആൾക്കും വേണം ഫിഖ്, ഏത് കൂലിപ്പണിക്കാരനും വേണം ഫിഖ്, ഏത് ഡോക്ടർക്കും എഞ്ചിനീയർക്കും ഒക്കെ ആവശ്യമുള്ളതാണ് ഫിഖ്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിൽ ആദ്യം ഉറപ്പിച്ചു നിർത്തിയത് ഫിഖാണ്. 4 മദ്ഹബുകൾ സ്ഥിരപ്പെട്ടു. 4-ന് അപ്പുറത്തേക്ക് ഒരാൾ പോയാൽ, 4ഉം വേണ്ടെന്ന് പറഞ്ഞാൽ, 4ഉം കൂടി കൂട്ടിക്കുഴച്ചാൽ അവൻ ബിദ്അത്തുകാരനാണ് എന്ന് നമ്മൾ പറയും. അതാണ് ആദ്യം സ്ഥിരപ്പെട്ടത്. അത് കഴിഞ്ഞ് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം 4-ാം നൂറ്റാണ്ട് മുതലാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ
അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത് ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണെന്ന് വാദിച്ചു. ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖല്ല എന്ന് വാദിച്ചതിനാൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ചാട്ടവാറ് കൊണ്ട് അടി കിട്ടിയിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുഅ്തസിലി എന്ന പേരായ വിഭാഗത്തിനാണ് ഭരണമുണ്ടായിരുന്നത്. മുഅ്തസിലിയാക്കളുടെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണ്, സൃഷ്ടിയാണ് എന്ന വാദം. നമ്മളെന്താ പറഞ്ഞത്? സുന്നികളായ നമ്മൾ പറയണത് ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടി അല്ലെന്നും അതവന്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ് എന്നുമാണ് നമ്മുടെ വാദം. അതായത് ഖുർആൻ അല്ലാഹു ഉണ്ടാക്കിയതല്ല, അല്ലാഹുവിന്റെ കലാം അല്ലാഹു ഉണ്ടാക്കിയതാണെന്ന് വന്നാൽ കലാം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലാഹു ഇല്ല എന്ന് വരും. അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലെന്നും അല്ലാഹു എന്നുണ്ടോ അന്ന് മുതൽ അല്ലാഹുവിന്റെ കലാം ഉണ്ട് എന്നുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. അപ്പൊ 3, 4, 5 നൂറ്റാണ്ടുകളിലാണ് അഖീദയുടെ ഇമാമുകൾ വരുന്നത്. നമ്മളെ പാരമ്പര്യത്തിൽ ആദ്യം ഉറപ്പിച്ചത് ഫിഖ് ആണ്. എന്തുകൊണ്ട്? എല്ലാവർക്കും ആവശ്യമുള്ളതായിരുന്നു ഫിഖ്. 5-ാം നൂറ്റാണ്ട് കഴിയുന്നതോടുകൂടി ഈമാൻ കാര്യത്തിൽ വരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതിനാൽ ഈമാൻ ഉറപ്പിക്കേണ്ടി വന്നു. ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണെന്ന് വാദിച്ചു. നമ്മളെ വിശ്വാസം അനുസരിച്ച് ഖുർആൻ അല്ലാഹുവിന്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ്. ലൈലത്തുൽ ഖദ്റിന്റെ അന്നാണ് ഖുർആൻ ഇറങ്ങിയത്. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങി എന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മനസ്സിലാക്കണം, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങി എന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി എന്നാണ്. മനസ്സിലാവുണ്ടോന്ന് അറിയില്ല പഠിച്ചോനെ. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് അല്ലാഹു തആല ജിബ്രീലിനെ വിളിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം ഓതി കൊടുത്തുങ്ങാണ്ട് ഇത് മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോയി ഓതി കൊടുത്തലാന്ന് പറഞ്ഞതല്ല. അല്ലാഹുവിൽ നിന്ന് ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ ഇറങ്ങി എന്നല്ല, ഖുർആൻ അല്ലാഹു എന്നുണ്ടോ അന്ന് അല്ലാഹുവിന്റെ കലാമുണ്ടെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഇഅ്തിഖാദ്. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് എന്തേ ഉണ്ടായത്? നബിയിലേക്ക് അത് എത്തിയത് ലൈലത്തുൽ ഖദ്റിന്റെ അന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രത്യേകത നബി തങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രാധാന്യം മുഹമ്മദ് നബിക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയതല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങിയതാണ്. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഇറങ്ങൂല. അതിനാൽ ഖുർആനിനേക്കാൾ പ്രത്യേകത മുഹമ്മദ് നബിക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഖുർആന്റെ പ്രത്യേകത എന്താണ്? അള്ളാന്റെ കലാമായി എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ കലാമാണ് എന്ന പ്രത്യേകതയാണെങ്കിൽ അത് തൗറാത്തിനുണ്ട്. തൗറാത്തും അള്ളാഹുവിന്റെ കലാം തന്നെയാണ്. ഇഞ്ചീലും അള്ളാഹുവിന്റെ കലാം തന്നെയാണ്. സബൂറും അള്ളാഹുവിന്റെ കലാമാണ്. തൗറാത്തിനില്ലാത്ത, ഇഞ്ചീലിനില്ലാത്ത, സബൂറിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഖുർആനിനുള്ളത് എന്ന് ചോദിച്ചാല് ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് എന്നതാണ് പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം.